എന്തായാലും നമുക്കൊരു പൈത്തൺ ഗെയിം ഉണ്ടാക്കിയോ. യെസ്, ഒരു പൈത്തൺ ഗെയിം. ഈ പൈത്തൺ ഗെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വലിയ GTA 5 ഒന്നും ഉദ്ദേശിക്കേണ്ട, അതൊന്നും നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തില്ല. എന്തായാലും ചെറിയ രീതിയിൽ, സാധാരണ രീതിയിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പൈത്തൺ ഗെയിം, പൈ ഗെയിം എന്ന് പറയുന്ന ഒരു ലൈബ്രറി വെച്ചാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് അധികം ലേറ്റ് ആകാതെ ഈ ഗെയിം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഗെയിമിൻ്റെ പേരാണ് ആസ്ട്രോയിഡ് ഡോഡ്ജർ. ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ലൈക്ക് ടെട്രിസ് പോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. പക്ഷേ ഇത് നമുക്കിങ്ങനെ ബ്രിക്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ അടിയിലൂടെ അനങ്ങും, എന്നിട്ട് ഈ ആസ്ട്രോയിഡ് നമ്മൾ ഡോഡ്ജ് ചെയ്യണം. ഇതാണ് നമ്മുടെ ബേസിക് ഗെയിം തിയറി. ഓക്കെ, ഇത് വെച്ച് നമുക്കൊരു ഗെയിം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് നമ്മുടെ കോഡിങ് ജേർണി ആരംഭിക്കാം. എന്തായാലും ഞാനിവിടെ എൻ്റെ കോഡ് ഇവിടെ ലോഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ, ആദ്യമായി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ട് എങ്ങനെ ഗെയിം ഉണ്ടെന്ന് നോക്കാം. പക്ഷേ ഇതാണ് ഗെയിം, നമ്മുടെ ബേസിക് ഒരു ഗെയിമാണ് ഇത്. ഈ ആസ്ട്രോയിഡ്സ്, ഈ മേളിൽ നിന്ന് വരുന്ന റെഡ് ബോക്സുകളാണ് ഈ ആസ്ട്രോയിഡ്സ്. ഇതിനെ നമ്മൾ ഡോഡ്ജ് ചെയ്ത് ഇതിനനുസരിച്ച് ഈ സ്കോർ ഇങ്ങനെ കൂടും. അപ്പോൾ നമ്മൾ ഈ ഡോഡ്ജ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കുക, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ഏതെങ്കിലും മുട്ടിയാൽ അന്നേരം ഗെയിം സ്റ്റോപ്പാവും. അന്നേരം നമ്മുടെ പൈത്തൺ ടെർമിനലിൽ നമ്മുടെ സ്കോറും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരും. ഓക്കെ, പക്ഷേ എന്തായാലും നമുക്കിതിൻ്റെ ഈ ഗെയിമിൻ്റെ സ്ട്രക്ചർ എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു മാർക്കർ എടുക്കട്ടെ. മാർക്കർ എടുത്ത് ആദ്യമേ തന്നെ നമ്മൾ ഗെയിം ലൈക്ക് പ്രോഗ്രാം തുടങ്ങാൻ തന്നെ നമ്മൾ ലൈബ്രറീസ് എല്ലാം പറയണം. പൈ ഗെയിം റാൻഡം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈബ്രറീസ്, മെയിൻ ലൈബ്രറീസ്. പൈ ഗെയിം എന്ന് പറയുന്ന ലൈബ്രറി ആക്ച്വലി ഗെയിമിൻ്റെ ലൈബ്രറിയാണ്. ഈ പൈത്തണിൽ കുറേ ലൈബ്രറീസ് ഉണ്ട്, അതിൽ ചെറിയ ഗെയിംസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ലൈബ്രറിയാണ് പൈത്തൺ. റാൻഡം എന്ന് പറയുന്ന ലൈബ്രറി എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പം റാൻഡം ലൈബ്രറി മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 1 to 100 എന്ന് പറയുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് റാൻഡമായിട്ട് പ്രോഗ്രാം തന്നെ ചൂസ് ചെയ്യണം ഒരു നമ്പറെങ്കിൽ അതിന് നമ്മൾ റാൻഡം ലൈബ്രറി യൂസ് ചെയ്യുന്നത്. പിന്നെ സിസ്റ്റം ലൈബ്രറി ആക്ച്വലി ഈ ഗെയിമിൽ നമ്മൾ എന്താ പറയുക, എപ്പോഴെങ്കിലും ക്രോസസ് പ്രസ് ചെയ്യുമ്പം ഈ ഗെയിം ക്ലോസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയാണ് ഈ സിസ്റ്റം ലൈബ്രറി യൂസ് ചെയ്യുന്നത്. പിന്നെ ആദ്യമേ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആ ഗെയിമിൻ്റെ ബോക്സ് സ്ക്രീൻ ഡൈമെൻഷൻസ് ആണിത്. 800x600 അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ കളേഴ്സ്, നമ്മുടെ ഈ RGB കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിന് 0-255 അത് 3D ലൈക്ക് അതിൻ്റെ ഓരോ കളർ പാറ്റേണിനും ഓരോരോ കോഡ്സ് ഉണ്ട്. ഇപ്പോൾ റെഡിന് 25500, ഇപ്പോൾ വേറെ ഏതെങ്കിലും പിങ്കോ യെല്ലോനോ അതിനനുസരിച്ചുള്ള കളർ കോഡുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ ക്ലോക്ക് ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ പ്ലെയറിൻ്റെ സൈസ്, പ്ലെയറിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത് കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ ആസ്ട്രോയിൻ്റെ സൈസ് കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിതിൻ്റെ മെയിൻ ഫങ്ഷൻസ് കുറേ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ വേരിയബിൾസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഈ കുറേ ഫങ്ഷൻസ് ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഗെയിമിൽ കണ്ടു, ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. ഈ ആസ്ട്രോയിഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഒന്നുകൂടെ കാണിക്കാം, ഒന്നുകൂടെ തെറ്റിപ്പോയി. ഈ ആസ്ട്രോയിഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഈ പ്ലെയർ മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ ലെഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ പ്ലെയർ ലെഫ്റ്റിലോട്ട് അനങ്ങണം, അല്ലെങ്കിൽ റൈറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് അനങ്ങണം. അപ്പോൾ പിന്നെ ഇത് റാൻഡമായിട്ടാണ് ഈ ആസ്ട്രോയിഡ്സ് വരുന്നത്. ഇറ്റ്സ് ലൈക്ക് യു കാനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്. അതിനനുസരിച്ചുള്ള സ്കോറും ഇവിടെ പ്രെഡിക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആസ്ട്രോയിഡിൻ്റെ പൊസിഷൻ എക്സ് പൊസിഷൻ റാൻഡമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഗെയിമിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ആസ്ട്രോയിഡ് വന്ന വഴി കൂടെ അല്ല മറ്റേ ആസ്ട്രോയിഡ് വരുന്നത്. അതാണ് ഈ റാൻഡംനെസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈ പൊസിഷൻ എന്ന് പറയുന്നത് ആസ്ട്രോയിഡിൻ്റെ സൈസാണ്. ലൈക്ക് വൈ ഈസ് ഓൾവേസ് സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ ഫാക്ട്. വൈ എപ്പോഴും സെയിം ആണ്. ലൈക്ക് കാരണം വൈ നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഈ എക്സും വൈയിലെ ആക്സിസിൽ വൈ എപ്പോഴും സ്ക്രീനിൻ്റെ മേളിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. അപ്പം ആസ്ട്രോയിഡിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാക്കുക, പിന്നെ പ്ലെയറിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാക്കുക. പ്ലെയറിൻ്റെ ഫംഗ്ഷൻ ദിസ് ഈസ് ലൈക്ക്
എവിടെ മാർക്കർ ഒന്ന് എടുക്കട്ടെ. പ്ലെയറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയറിൻ്റെ സൈസും പ്ലെയറിൻ്റെ പൊസിഷനും, ഇതാണ് നമ്മളിവിടെ മെയിൻലി യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊളീഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫങ്ഷൻ. ഇതാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പിന്നെ മെയിൻ ഗെയിമിൻ്റെ ഒരു ലോജിക് എന്ന് വെച്ചാൽ ഇത് കീ പ്രസ്സാവുന്നതിനനുസരിച്ച് പ്ലെയർ മൂവ് ചെയ്യണം. അതാണ് ഇവിടെ പ്ലെയർ മൂവ്മെൻറ്റിൻ്റെ ഫങ്ഷൻ. പ്ലെയർ ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ പ്ലെയറിൻ്റെ സ്പീഡ് അനുസരിച്ച് എക്സ് പൊസിഷൻ മാറണം. പ്ലെയർ റൈറ്റിലോട്ട് എക്സ് പൊസിഷനാണ് മാറുന്നത്. വൈ പൊസിഷൻ ഇവിടെ മാറുന്നില്ല. അതുകൊണ്ടാണ് പ്ലെയർ എക്സ് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും കൊളീഷൻ ഡിറ്റക്റ്റ് ആയാൽ അവിടെ നമ്മുടെ ഫൈനൽ സ്കോറും പറയും, നമ്മുടെ വിൻഡോ എക്സിറ്റ് ആവുകയും ചെയ്യും. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ഓരോ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. എത്ര ആസ്ട്രോയിഡ്സ് ആണ് നമ്മളുടെ ഈ വിൻഡോയുടെ താഴോട്ട് പോകുന്നത്, അത്രയും സ്കോർ കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഞാനിപ്പോൾ പറയാം 1, 2, 28, 30. അപ്പോൾ എത്ര ആസ്ട്രോയിഡ്സ് ആണ് താഴോട്ട് പോകുന്നത്, അതിനനുസരിച്ച് നമ്മുടെ സ്കോറും കൂടുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സ്കോർസ് ഈസ് ഈക്വൽ ടു ഹൗ മെനി നമ്പർ ഓഫ് ആസ്ട്രോയിഡ്സ് ഹാസ് ലെഫ്റ്റ് ദ സ്ക്രീൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോഗ്രാം. ഞാനിവിടെ നോക്കട്ടെ. അതിൻ്റെ ഇവിടെ പോയി അപ്ഡേറ്റ് ആസ്ട്രോയിഡ് പൊസിഷൻ, ഫൈനൽ സ്കോർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്കോർ ഇവിടെ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കോർ ഓരോ തവണ ആസ്ട്രോയിഡ്സ് ആ വിൻഡോയുടെ വെളിയിൽ പോകുന്നതോറും ഓരോ സ്കോർ ഇങ്ങനെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ബേസിക് ലോജിക്ക് ഈ ഗെയിം എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. അത് തന്നെ. ഇതിങ്ങനെയാണ് ബേസിക്കായിട്ടൊരു ഗെയിം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ പ്ലെയർ ബ്ലൂ ആണ്, പ്ലെയറിൻ്റെ കളറ് ബ്ലൂ ആണ്. അപ്പം നമുക്കിപ്പോൾ പിങ്ക് ആക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ പിങ്ക് ആക്കണമെങ്കിൽ ബേസിക്കലി ഒന്നുമില്ല, ഈ ബ്ലൂ കളറ് എൻ്റെ ഇതാണ് 00,255, അത് ബ്ലൂ കളറിൽ ആണ്. അത് നമുക്കൊന്നും ചെയ്യണ്ട. നമുക്ക് നെറ്റിൽ പോയി ഇപ്പം പിങ്കിൻ്റെ ഞാൻ പറയാം, നമുക്ക് പിങ്ക് ആക്കണം. പിങ്ക് കളർ കോഡ്. ഇതിപ്പോൾ എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. RGB X, what is the number, color pink, 255, 192, 203. ഇതൊന്ന് കോപ്പി ചെയ്ത് നോക്കാം, പിങ്ക് വരുമോ നോക്കാമല്ലോ. ബ്ലൂവിൻ്റെ അവിടെ നമ്മൾ പിങ്ക് കൊടുക്കുന്നു. ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. എന്നിട്ടിവിടെ നമുക്ക് ഷൂട്ട്. പിങ്ക് വന്നില്ല. എന്താ പിങ്ക് വരാതെ? പിങ്ക് 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 എന്താ പിങ്ക് വരാത്ത? ഒരു ഇല്ലല്ലോ. നമുക്ക് പിങ്ക് മാറ്റി വേറെ ഏതെങ്കിലും പിങ്ക് ഓറഞ്ച് ആക്കിയല്ലോ. നോക്കാം, വർക്കായാലോ. കളർ മാറി ഗൈസ്, പ്ലെയറിൻ്റെ കളർ മാറി. അതെന്തോ പിങ്ക് വർക്ക് ആവാത്തതാണ്, എന്താണെന്നറിയില്ല. ഇപ്പോൾ പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ബേസിക്കലി നമുക്കിപ്പം എങ്ങനെ കളർ മാറ്റാൻ പറ്റുമെന്ന് ഇപ്പോൾ അറിയാം. ഗൂഗിളിൽ പോയി കണ്ടുപിടിച്ചാൽ മതി.
അപ്പോൾ ഗൈസ് അതങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗെയിം ഉണ്ടാക്കാൻ പറ്റിയല്ലോ. യെസ്. അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തായാലും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാനിവിടെ കൊണ്ടുവരുന്നു. ഇന്ന് ചെയ്ത കോഡ് ഞാനിവിടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് എല്ലാം ഡിസ്കസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ AI കുറിച്ചോ എന്തെങ്കിലും പുതിയ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇവിടെ ലിങ്ക് തരാം. ഞാനിവിടെ മാക്സിമം നമുക്കത് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.